ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഒരു സഹാബിയുടെ തടി കൊണ്ടുള്ള ചെരുപ്പ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ്റിൽ തട്ടി. തടി കൊണ്ടുള്ള ചെരുപ്പാണ്. ആ കാലഘട്ടത്തിൽ ധരിച്ചിരുന്ന ഭാരമുള്ള ചെരുപ്പാണ്. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വയറ്റിൽ തട്ടിയപ്പോ വേദനയുണ്ടായി. ഒരു പ്രാവശ്യം തട്ടി, രണ്ടു പ്രാവശ്യം തട്ടി, മൂന്നാമത്തെ പ്രാവശ്യമായപ്പോ പുന്നാര ഹബീബ സ്വഹാബിയോട് പറഞ്ഞു, എനിക്ക് വേദനിച്ചിട്ടുണ്ട്, ഇനി ശ്രദ്ധിക്കണേ. ആ സ്വഹാബിക്ക് വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ആരെയാണ് ചവിട്ടിയതല്ല, ആരുടെ ശരീരത്തിലാണ് എന്റെ ചെരുപ്പ് കൊണ്ടതല്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. സമാധാനമില്ല, സമാധാനമില്ല. പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് 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 ഉറങ്ങാൻ കഴിയാത്ത രാത്രി എന്ന് കഴിഞ്ഞു. സുബഹിന്റെ സമയമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മനുഷ്യൻ ചെന്നു. അവിടെ ചൊല്ലുന്ന ഒരാൾ വന്ന് പറയുകയാ, നിസ്കാരം കഴിഞ്ഞ് നിങ്ങളെ ഒരു നോക്ക് കാണണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ സ്വഹാബിയുടെ മനസ്സങ്ങോട്ട് പിടയ്ക്കാൻ തുടങ്ങി. അല്ലാഹുവേ, ജിബ്രീൽ വന്നു കാണുമോ പടച്ചവനെ? അല്ല ഇടപെട്ട് കാണുമോ? അല്ല, ആരെയാണ് എന്റെ കാലുകൊണ്ട് ഞാൻ ചവിട്ടിയത്? ഈ ലോകത്തെ കാരണക്കാരനായ എന്റെ മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ, പുന്നാര റസൂലിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഇന്നലെ നിനക്ക് ഞാൻ പറഞ്ഞത് വിഷമായോ? എന്റെ ശരീരത്തിലേക്ക് നിന്റെ ചെരുപ്പ് തട്ടി എന്ന് ഞാൻ നിന്നോട് പറയാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങളൊക്കെ എന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ ഞാനൊരു വാക്ക് പറഞ്ഞപ്പോ നിനക്ക് വിഷമമായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ